ഹായ് ഹലോ, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായി ഞാനൊരു ലോങ് വീഡിയോ ഇട്ടിട്ട്. അത് വേറൊന്നുമല്ല, ഞാൻ കുറച്ച് ദിവസം എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ 2-3 ദിവസം ആയിട്ടേ ഉള്ളൂ തിരിച്ച് വന്നിട്ട്. അപ്പോൾ വന്നപ്പോഴത്തേക്കിനാണെങ്കിൽ ഞാൻ പോകുന്നതിന് മുൻപ് കുറച്ച് ചീരയുടെ വിത്ത് പാകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഏകദേശം ഒരു 20 ദിവസമായി മാറ്റി നടാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അതെല്ലാം ഒന്ന് മാറ്റി നടാമെന്ന് വിചാരിച്ചിട്ട് അതിനോട് ചേർന്ന് തന്നെ കുറച്ച് സ്ഥലത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് സെറ്റ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മണ്ണിളക്കി കൊടുത്ത് അതാകുമ്പോൾ നടുമ്പോൾ പെട്ടെന്ന് വേര് ഓടിക്കിട്ടും. അപ്പോൾ കുറേ ചെറിയ ചീരകളും ഏകദേശം കുറച്ച് ഒരു 4-5 ഇല വന്ന് ആ ഒരു ടൈപ്പ് ചീരയും ഉണ്ടായിരുന്നു. കിളിക്കുമെന്നൊട്ടും പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. എന്തായാലും എല്ലാം കിളിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ അങ്ങനെ വെയിൽ കിട്ടാത്തത് കൊണ്ട് ഇലയ്ക്കൊന്നും അധികം കളറില്ല. ഏകദേശം പച്ചച്ചീരയുടെ കണക്കെ ഇരിക്കുന്നത്. കുറച്ച് സ്ഥലത്ത് മാത്രം ചീര നിൽക്കുന്ന കുറച്ച് സ്ഥലത്ത് കുറച്ച് വെയിൽ കിട്ടും. ബാക്കി എല്ലായിടും തണൽ തന്നെ ആയിരിക്കും. അപ്പം ചീരയുടെ കളറിന് നല്ല വ്യത്യാസമുണ്ട്. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് പച്ചക്കറി തൈകളും കൂടെ വാങ്ങിക്കൊണ്ടാണ് വന്നത് കേട്ടോ. അതൊക്കെ 2-3 ദിവസം കഴിഞ്ഞിട്ട് വേണം നടേണ്ടത്. ഒക്കെ കൊണ്ടുവന്ന് അതേപോലെ തന്നെ അവിടെ വെച്ചേക്കുക, മാറ്റി നടണമെങ്കിൽ. എല്ലാം ഒന്നും മാറ്റി നട്ടിട്ടൊന്നുമില്ല കേട്ടോ, കുറച്ച് മാത്രം മാറ്റി നട്ടിട്ടുള്ളൂ. പിന്നെ എല്ലാ ചീരയുടെ ഇടയിടകളിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പെട്ടെന്ന് വേരോടി പിടിക്കും. നമുക്കൊന്ന് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിന് മാത്രമേ ഉള്ളൂ കുറച്ച് വെയിൽ കിട്ടുന്നത്. പക്ഷേ നല്ല ചൂടാണ് ഈ സമയത്ത്, നല്ല ചൂടാണ്. അതുകൊണ്ട് വൈകുന്നേരം 5 മണിക്ക് ശേഷമേ പുറത്ത് ഈ പണികളൊക്കെ ചെയ്യാനായിട്ട് ഇറങ്ങത്തുള്ളൂ. അല്ലെങ്കിൽ ഒന്നെങ്കിൽ രാവിലെ എന്തെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ വൈകുന്നേരം 5 മണിക്ക് ശേഷം എന്തെങ്കിലുമൊക്കെ ചെയ്യും. അല്ലാതെ പുറത്തിറങ്ങി ഒന്നും ചെയ്യാൻ പറ്റില്ല, അത്ര ചൂടാണ്. പിന്നെ എല്ലാത്തിനും ഏകദേശം 2 നേരം നമ്മൾ വെള്ളം കൊടുക്കാറുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് വേരോടി സെറ്റായി കഴിഞ്ഞിട്ട് എന്തെങ്കിലും വളം ചേർക്കണം. പിന്നെ നമ്മുടെ ജൈവവളമൊന്നും ചേർക്കാറില്ല, നമ്മളെപ്പോഴും രാസവളം ചേർക്കാറുള്ളൂ. നമ്മുടെ വീട്ടിൽ തന്നെ പച്ചക്കറിയുടെ വേസ്റ്റും പിന്നെ കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഇലയും അതിൻ്റെ വെള്ളമൊക്കെയാണ് നമ്മൾ കൂടുതലും പച്ചക്കറിക്കൊക്കെ ഒഴിക്കാറ്. അല്ലാതെ നമ്മളല്ലാണ്ട് വേറെ വളങ്ങളൊന്നും നമുക്ക് എന്തായാലും ഇടാറില്ല. പിന്നെ ഇന്ന് വൈകിട്ട് പ്രത്യേകിച്ച് പണികളെന്ന് പറയാനായിട്ട് ഇതായിരുന്നു മെയിനായിട്ട് ഉണ്ടായിരുന്നത്. അല്ലാണ്ട് വേറെ പണി ആയിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഏകദേശം ചീരയെല്ലാം മാറ്റി നട്ട് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ കുറച്ചുകൂടി വെള്ളം കൊടുത്തിട്ടുണ്ട്. കാരണം മാറ്റി നട്ടതില്ലേ, അപ്പം ഒന്നുകൂടി കുറച്ച് വെള്ളം കൊടുത്തു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ.